എടോ രാവുണ്യാരെ, താൻ എന്നെ ഒന്നും അങ്ങോട്ട് വെച്ചൂലോ. ഒരാക്ഷേപവും ഞാൻ പലർക്കും അകമ്പടി പോവാറുണ്ട്. അകമ്പടി മാത്രല്ല എന്ന് വെച്ചോളൂ, അതിന്റെയും കൂടി എന്റെ ഈ ദീർഘായുസ്. അതെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാളും ഒരു 4-5 വയസ്സ് മൂപ്പെങ്കിലും എനിക്കുണ്ടല്ലോ. അതെന്നെ കണ്ടാ തോന്നുവോ? എന്റെ വർത്താനം കേട്ടാലോ? ഇല്ല. എന്താ കാര്യം? ചിട്ടപ്പടിയുള്ള ജീവിതം. നോക്കിക്കോ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അസ്ഥി കുടത്തിലാക്കി ഈ പുഴയെ കൊണ്ടുവന്ന് ഒഴുക്കുന്നത് കണ്ടിട്ട് ഈ പരമേശ്വരനാര് പോവും. അതിലാർക്കും ഒരു സംശയവും വേണ്ട. നമുക്ക് കാണാം. ഇങ്ങനെ പറഞ്ഞ പലരുടെയും അടിയന്തരം ഞങ്ങൾ ഉണ്ടതാ. എന്റെ മേലെ ഈ പരമേശ്വരൻ നായരെ കൊണ്ട് തോറ്റു. ചിരിച്ചിരിച്ച് അടിവയറ്റില് നീരായി. അതൊരു സിദ്ധിയാ മാഷേ, എല്ലാരെ കൊണ്ടും പറ്റില്ല. ഭാഗ്യവാൻ. അങ്ങനെ പറഞ്ഞു കൊടുക്ക എന്റെ മേലെ. സരസ്വതി ടീച്ചർ വന്നു എന്ന് വെച്ചാൽ രാമുണ്ണി മാഷക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ അകമ്പടി പോട്ടെ. പിന്നെ ഞാനങ്ങട് പോണ്ടെന്ന് പറഞ്ഞ മാഷോട് നിൽക്കുവോ? ഇല്ലല്ലോ, എന്നാ പൊക്കോളൂ. അപ്പോഴേ നാളെ ട്രഷറിയിൽ വെച്ച് കാണാം. വയസ്സായി, ഒരു കൂനും വലിയ ഈടില്ല. അല്ല, ഇന്നെന്താ മാഷെ പതിവില്ലാണ്ട് ഒറ്റയ്ക്ക്? ട്രഷറിയിലേക്കാടോ. പെൻഷൻ വാങ്ങാനാവും. അല്ലാണ്ട് ടീച്ചറില്ലാതെ നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് പോവാറ് പതിവില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ശിവരാമണ്ണാര് പോയപ്പോ ഞാൻ പറഞ്ഞതാ, അവന്റെ മോള് പെൻഷൻ കാശ് കൂട്ടാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ നല്ല മെടുക്കൻ കേട്ടോ. അതിൽ തന്നെയായിരുന്നു. നമ്മുടെ കണിച്ചിലാഴത്തെ രാവപ്പണിക്കുണ്ടല്ലോ, ഒറ്റ അസുഖം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം ഇതുപോലെ എന്റെ പിന്നിൽ നിന്ന് പെൻഷൻ വാങ്ങിച്ചോണ്ട് പോയതാ. അപ്പൊ നമ്മുടെ പിന്നിൽ നിന്ന് തട്ടിപ്പോന്നാ പറയണേ. ഉരുത്തക്കേട് പറയാതെ. എനിക്ക് എന്റെ മാഷേ പെൻഷൻ വാങ്ങിക്കുന്ന ദിവസം ഉണ്ടല്ലോ, വീട്ടിലിരുന്ന ഇരിക്കപ്പുറതിയില്ല. അതും കൊണ്ട് കൈ കിട്ടുന്നവരെ ഒരു സ്വസ്ഥതയില്ല. എങ്ങനെയാ ഹേ അങ്ങനെ അല്ലാണ്ട് വരിക? ആരെ ആരെ ആശ്രയിക്കാതെ അവനവന്റെ കാലിലാ നിൽക്കുന്നെന്ന് തോന്നുന്നത് ഈ ഒരൊറ്റ ദിവസമല്ലേ ഉള്ളൂ. അത് തനിക്ക്, ഞങ്ങളൊക്കെ ഈ തൊലി കണ്ടുകൊണ്ടല്ല ജീവിക്കണത്. പെൻഷൻ കാശാവുമ്പോ പഴയ നോട്ടായാലും മതിയെന്നായിരിക്കും അല്ലേ? നിങ്ങളും ഒരു ദിവസം ഇവിടെ ക്യൂ നിൽക്കേണ്ട ആളാണെന്നുള്ള കാര്യം മറക്കണ്ട. അല്ല, പുത്തന്നോട്ട് തന്നെ വേണാവോ? തന്നോട് പറഞ്ഞില്ല. ഇങ്ങനെ മാറണ്ട മേന്നെ. ടീച്ചർക്കും പെൻഷൻ ആയിട്ടോ? അതെയോ? രണ്ടാളുടെയും പേയ്മെന്റ് ഒരു ദിവസം ആക്കി തരണം. പേപ്പർ വരട്ടെ, നോക്കാം. ഈ പടവലങ്ങ സ്വല്പം വാടിയിട്ടുണ്ടല്ലോ കോവിന. ഇല്ല മാഷേ, ഇപ്പൊ പൊട്ടിച്ചോണ്ട് വരുന്ന വഴിയാ. അതെ, ഇനി എപ്പോഴാണോ വരേണ്ടത്? ഒരാഴ്ച കഴിയട്ടോ. ഇത് മുഴുവൻ തിന്നു തീർക്കാൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ. അത് ശരിയാ. തീർത്തു. നാളെ ഞാനൊന്ന് വീട് വരെ പോയാലോ എന്ന് ആലോചിക്കുക. അങ്ങോട്ട് വിളിച്ചാ മാഷ് വരില്ലല്ലോ. ലക്ഷ്മിക്കുട്ടിയും മക്കളും മാത്രമല്ലേ ഉള്ളൂ അവിടെ. പിറ്റേന്ന് തന്നെ മടങ്ങാം. എന്താ ഒന്നും മിണ്ടാത്തത്? മാഷേ, പോണം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, പിന്നെന്താ പ്രത്യേകിച്ച് മിണ്ടാനുള്ളത്? അയ്യോ, പതുക്കെ പൊക്കോളൂ. എവിടെയാണെന്ന് വെച്ചാ പൊക്കോളൂ.
അല്ല, പിറ്റേന്ന് തന്നെ. എന്തിനാ പിറ്റേന്നാക്കണത്? ഒരാഴ്ചയോ ഒരു മാസോ എത്രയാ വേണ്ടെന്ന് വെച്ചാൽ താമസിച്ചിട്ട് സൗകര്യം പോലെ വന്നാ മതി. ഇവിടെ ഇങ്ങനെ എടുത്തോണ്ടല്ലോ ഒറ്റയ്ക്ക്. ഞാൻ എങ്ങനെയാലും കഴിഞ്ഞോളാം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? പോവണത് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഇതാദ്യമായിട്ടല്ലല്ലോ ഈ ചോദ്യം ഉത്തരവും. കൂടപ്പിറപ്പെന്ന് പറയാൻ ആകപ്പാടൊരു അനീതിയേ ഉള്ളൂ. അവളുടെ അടുത്തൊന്ന് പോണോന്ന് പറഞ്ഞതിനാ ഈ ബഹളം മുഴുവൻ. സ്വന്തക്കാരും ബന്ധുക്കളും ഉള്ളവര് ഭാഗ്യം ചെയ്തവര്. എനിക്കല്ലേ ആരും ഇല്ലാത്തത്. ഇല്ല, ഞാൻ പോണില്ല. എവിടേക്ക് പോണില്ല. അപ്പൊ തീർന്നില്ലേ? വേണ്ട, പൊയ്ക്കോ. ഇത് എവിടേക്കാ ഈ സമയത്ത്? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. കണ്ടൂലോ അസ്ഥി ഒഴുക്കണത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. ഉള്ള നേരത്തെ പോണമെന്നേ ഉള്ളൂ എനിക്ക്. എന്തിനാ അധികം? സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലാണ്ട് എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കണേ? ഞാൻ ഇല്ലാണ്ടാവുമ്പോ അപ്പോഴേ അറിയൂല്ല. ഒരാൾക്ക് മാത്രമായിട്ട് എന്തിനാ വിശപ്പ്? എനിക്ക് വേണ്ട. ഒന്നും കഴിക്കണ്ട. കഴിക്കാണ്ടിരുന്ന് വല്ല അസുഖം വരുത്തി വെച്ചാല് ഓടാനും കഷ്ടപ്പെടാനും തീ തിന്നാനും ഒരുത്തരുണ്ടല്ലോ ഇവിടെ. എങ്ങനൊക്കെയാ കഷ്ടപ്പെടുത്തേണ്ടത്, വ്യസനിപ്പിക്കേണ്ടത്, ദണ്ഡിപ്പിക്കേണ്ടത്? അതൊക്കെ അങ്ങോട്ട് ആയിക്കോളൂ. തൃപ്തിയാവട്ടെ. ടീച്ചർ എന്തിനാ കരയണേ? കരച്ചു നിർത്തൂന്ന്. കരയാനും മാത്രം ഞാനിപ്പോ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല അല്ലേ? ചങ്ക് പൊട്ടണ വാക്കുകൾ പറഞ്ഞാല് പിന്നെ കരയല്ലാണ്ട് ചിരിക്കുക ചെയ്യാ. ടീച്ചർ ഇല്ലാണ്ട് എനിക്ക് ഒരു നിമിഷം ഇവിടെ കഴിയാൻ പറ്റില്ലെന്ന് അറിഞ്ഞൂടെ ടീച്ചർക്ക്? പോണോന്ന് ആഗ്രഹം പറയല്ലാണ്ട് ഇന്നോളം ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ? പോവെന്ന് തോന്നണുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെന്തിനാ അങ്ങനൊക്കെ പറയാൻ പോയേ? അതെ, നമുക്ക് വല്ലതും കഴിക്കാം.
തന്നെയാ വീട്, ഇറങ്ങിക്കോളൂ. രാമുണ്ണിയുടെ വീടല്ലേ ഇത്? അതെ. രാമുണ്ണി ഉണ്ടോ ഇവിടെ? ഉണ്ട്. എവിടെയാ അയാള്? ഞാൻ തന്നെയാ രാവണയാര്. ഓഹോ. മനസ്സിലായില്ല. മനസ്സിലാവില്ല. എങ്ങനെയാ മനസ്സിലാവുക? നടാടെ കാണുകയല്ലേ. കുട്ടിയെ, മുറ്റത്ത് തന്നെ നിൽക്കണ്ട, അങ്ങോട്ട് കയറിക്കോളൂ. ഇത് അന്യ വീടൊന്നുമല്ല. ഹൈ, തനിക്കറിയില്ലേറ്റാലും തൻ്റെ സഹധർമ്മിണി ഉണ്ടല്ലോ, സരസ്വതി ടീച്ചർ, അവർക്കറിയാം, നല്ല അക്ഷരായിട്ടറിയാം. ആയ്മയില്ലേ ഇവിടെ? വിളിക്കുക. ആരാ? എന്താ, ടീച്ചർക്കും എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ? ഓർമ്മയില്ലേ? ചെറായിലെ കണ്ണാന്തി മനക്കിലെ ഭദ്രൻ നമ്പൂരി. ഈശ്വരാ, തിരുമേനിയെ കണ്ടിട്ട് ആദ്യം എനിക്ക് തീരെ മനസ്സിലായില്ല കേട്ടോ. കൊല്ലം എത്രയായി? കുറച്ചൊന്നുമല്ല, 16 വർഷത്തിലേറെയായി. ഞാൻ ചെറായി സ്കൂളിലായിരുന്നപ്പോ തിരുമേനിയുടെ ഇല്ലത്തായിരുന്നു താമസം.